ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യമായി പ്രാർത്ഥനയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളിനെ ബിന്ദു ടീച്ചറെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കും. പഞ്ചായത്തിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ നമുക്ക് ഫണ്ടായിട്ട് അനുവദിക്കുകയും അതുപയോഗിച്ച് നമ്മുടെ കെട്ടിടത്തെ, ഹൈസ്കൂൾ കെട്ടിടത്തെ അതിമനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പല അറ്റകുറ്റ പണികളും നമ്മൾ സ്കൂളിന്റെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡെസ്ക്, ബെഞ്ച് തുടങ്ങിയവ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അതേപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിനും ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ദിവസം ഒരു വാട്സാപ്പ് മെസ്സേജ് നമ്മുടെ വിനയൻ സാറിന് അയക്കുകയുണ്ടായി. വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ നിലയ്ക്കും നമ്മുടെ സ്കൂള് അനുദിനം വളരുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ ഈ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ കുട്ടികള് അക്കാദമികമായിട്ടുള്ള മികവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പ്രതിഭകളെ, അതായത് LSS, USS തുടങ്ങിയ മത്സര സ്കോളർഷിപ്പ് പരീക്ഷകൾ വിൻ ചെയ്ത് സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോ ഈ മഹനീയമായിട്ടുള്ള ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്
ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് ഡേവിസ് മാസ്റ്ററാണ്. PK ഡേവിസ് മാസ്റ്ററാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തന്നെ അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള സഖാവ് PS വിനയൻ സാറാണ്. അദ്ദേഹവും നമ്മുടെ സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ നമ്മോടൊപ്പം പെരുമാറുന്ന ഒരു ആദരണീയനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരില് ഞാൻ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഫർണിച്ചർ കൈമാറ്റം നടത്തുന്ന ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അവരുടെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ USS വിജയികളെ ആദരിക്കുന്ന CV സുനിൽകുമാർ അവരെ ഞാൻ ആദരവോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ LSS വിജയികളെ ആദരിക്കുന്ന ശ്രീമതി E ഉമാലക്ഷ്മി മേഡത്തെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മേഡത്തെയും ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ VC സജീന്ദ്രൻ, ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെക്കുംകര പഞ്ചായത്ത്, അദ്ദേഹത്തെയും ഞാൻ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ K രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട മെമ്പർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്കൂളില് പ്രിയങ്കരനായിട്ടുള്ള 10 വർഷത്തോളം നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള, നമുക്കൊപ്പം നിന്നിട്ടുള്ള, ഇപ്പോഴും എപ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന വിശിഷ്ട വ്യക്തിത്വമായിട്ടുള്ള VG സുരേഷ് ചേട്ടനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ നിലവിലെ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ മീഡിയ പ്രസിഡന്റ്, നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമ്മുടെ ഒരു വിളിപ്പുറത്തോടെ എത്തുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള PTA പ്രസിഡന്റ് KJ അനിൽകുമാർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട LP HM നദീറ CS ടീച്ചറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി കുമാരി രാധാകൃഷ്ണൻ MPTA പ്രസിഡന്റ് നമ്മുടെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുവാനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ശ്രീ KM രാജൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് നമ്മുടെ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി ബിപിൻ P ജോസഫ് ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂൾ കോമ്പൗണ്ടിലെ 3 അതോറിറ്റീസ് ആണ് LP, ഹൈസ്കൂൾ, അതേപോലെ ഹയർ സെക്കൻഡറി. നമ്മുടെ UP HM വിഭാഗത്തിന് വളരെ ഊർജ്ജസ്വലമായിട്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് C പ്രഭാകരൻ മാഷ്വാണ്. അദ്ദേഹത്തെ റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നിവിടെ നമ്മുടെ ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ രക്ഷിതാക്കള്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട
എന്റെ കുരുന്നുകള്, കുട്ടികള് എല്ലാവരെയും ആരെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷനായിട്ട് ബഹുമാനപൂർവ്വം നമ്മുടെ ജനപ്രിയ നായകനായ സഖാവ് PS വിനയൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ അവസാനം വരെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇത്രയും സ്നേഹമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, അതുപോലെ ഇവിടുത്തെ വിശിഷ്ട വ്യക്തികൾ, നമുക്കറിയാം ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൾ ബിന്ദു ടീച്ചർ സ്വാഗതം ഇവിടെ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി എത്തിച്ചേരും. PK ഡേവിസ് മാസ്റ്റർ, ഈ സ്കൂളിന് വേണ്ടി ഏറെ യത്നിക്കുന്ന ഹെഡ് മാസ്റ്റർ ഉണ്ട്, പ്രഭാകരൻ മാസ്റ്റർ, നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി ഇവിടെ എത്തിയിട്ടുണ്ട് വിജയികളെ ആദരിക്കുവാൻ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, കുട്ടിങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ചെയർമാൻ ശ്രീ VC സജീന്ദ്രനുണ്ട്. ഇവിടെ VG സുരേഷ്, PTA പ്രസിഡന്റ് അനിൽകുമാർ, ബിബിൻ മാഷ് തുടങ്ങിയ പ്രിയപ്പെട്ടവരെ. അപ്പം സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ചടങ്ങ് ഏത് വിധേനെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ള മനസ്സിലുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ കുറ്റമല്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും അങ്ങനൊക്കെ തന്നെയായിരുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ പ്രസംഗം കേൾക്കാൻ വലിയ താല്പര്യമില്ല. പലരും താല്പര്യമുള്ളവരുണ്ട് കേട്ടാ. നാളെ പ്രസംഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരതിനകത്തുണ്ടാവും. ഒരാളെങ്കിലും ഉണ്ടാവും നമ്മുടെ സമൂഹല്ലേ. ഒരാൾ കൈവടി. ഇവിടെ SSLC പൂർത്തീകരിച്ച് ഒരുപാട് കാലം ഈ സ്കൂളിൽ ജീവിച്ച് ഒരുപാട് സൗഹൃദങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും വൈരാഗ്യവും ഒക്കെയായി ജീവിച്ച കുറച്ചു കുട്ടികളൊക്കെ തന്നെ ഇപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ്. കുറെ പുതിയ കുട്ടികൾ ഇവിടെ പഠിക്കാനായിട്ട് എത്തും ചെയ്യും. ഇവരിൽ പലരും ഇവിടെ എത്തും ചെയ്യും. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. സാധാരണ നമ്മുടെ ചോദ്യം എപ്പോഴും വിദ്യാർത്ഥികൾ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ആ സിനിമയില് ഇന്നസെന്റ് ജഗദീഷിനോട് ചോദിച്ചില്ലേ, നീ എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചില്ലേ? ഞാൻ BA. അതല്ല, നീ എന്തിനാ പഠിക്കണം എന്ന് ചോദിക്കുന്ന തമാശ പടം കണ്ടില്ലേ നിങ്ങള്? ആ ചോദ്യമല്ല ഇത്. നമ്മൾ എന്തിനാണ് പഠിക്കണത് എന്നുള്ള ചോദ്യത്തിന് എന്റെ വീട്ടിലുള്ള കുട്ടികളായാലും നമ്മുടെ മനസ്സിലുള്ളത് നന്നായി പഠിക്കണം, ജയിക്കണം, ഒരു ജോലി കിട്ടണം, ജീവിക്കണം, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും. അതൊരു തെറ്റല്ല. അതിന്റെ ഒപ്പം നമ്മൾ പഠിക്കുന്നത് നല്ല മനുഷ്യനാവാൻ വേണ്ടി, നല്ല സാമൂഹ്യ ജീവിയാവാൻ വേണ്ടി കൂടി നമ്മൾ പഠിക്കണം. അവനവന്റെ കാര്യം മാത്രം ഷെഡ്യൂൾ ചെയ്ത് വരച്ചു വെച്ച് ആ സ്വപ്നങ്ങൾ, ആ ഡ്രീംസ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര മാത്രം ആവരുത് എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം. വിദ്യാർത്ഥികളായ നിങ്ങളോട് സത്യത്തിൽ ഞങ്ങൾ മുതിർന്നവര് അഡ്വൈസ് ചെയ്യല്ല. മക്കളങ്ങനെ കരുതരുത്. നിങ്ങളോട് ഉപദേശിക്കല്ല. അങ്ങനെ നിങ്ങളോട് ഉപദേശിക്കാൻ മാത്രം നല്ലവരല്ല ഞങ്ങള്. കാരണം നിങ്ങൾ കുറെയൊക്കെ നിഷ്കളങ്കരും സത്യസന്ധരൊക്കെയാണ്. മുതിർന്നവരാവും തോറും കുട്ടികളുടെ മനസ്സ് നഷ്ടപ്പെടുമല്ലോ. കുട്ടികളുടെ മനസ്സ് നഷ്ടപ്പെടുന്നത് കുറച്ച് അപകടമാണ്. ഇന്നസെൻസ് ഉണ്ടാവണം, നല്ലതാണ് മനുഷ്യർക്കൊക്കെ അല്ലെ.
ഇപ്പോ മോളുടെ പേരെന്താ? അതെ, ഏഞ്ചൽ മാലാഖ. ഇപ്പൊ എന്റെ പേര് വിനയൻ, പ്രഭാകരൻ മാഷുണ്ട്. നോക്കൂ, ഏഞ്ചൽ എന്ന് പേരിട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പേരിട്ടാലും വിനയൻ എന്ന് എന്റെ പേരിട്ടാലും എന്റെ പേര് മറ്റൊരു മനുഷ്യൻ വിളിക്കാനുണ്ടെങ്കിലാണ് ആ പേര് ജീവൻ വെക്കുള്ളൂ, അല്ലെ? ഒരു മോർച്ചറിയിൽ ഒരു ഡെഡ് ബോഡി എടുക്കുമ്പോ ആ ഡെഡ് ബോഡിക്ക് എന്ത് പേരിട്ട് എന്താ കാര്യം? അപ്പോ തൊട്ടപ്പുറത്തൊരു ഫ്രണ്ട്, ഒരു അയൽപ്പക്കാരൻ, നാട്ടിലൊരു മനുഷ്യൻ, എന്താ വലിയ വിശേഷം, അല്ലെങ്കിൽ എന്താ ഇത് എവിടെയും പഠനം എന്ന് ചോദിക്കാൻ മറ്റൊരു മനുഷ്യൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ പേര് ആക്ടിവേറ്റ് ആവുള്ളൂ. ശരിയല്ലത്? സിം കാർഡ് വാങ്ങി ഇത്ര മണിക്കൂറിനുള്ളിൽ മൊബൈലിൽ ഇട്ടാൽ ചാർജ് ചെയ്ത് ആക്ടിവേഷൻ ആവാൻ ഒരു സമയം എടുക്കില്ല. അതുപോലെ ഇത് ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ എന്താ കാര്യം? പ്രിയപ്പെട്ട കുട്ടികളെ, സ്വന്തം പേര് പോലും പിടിക്കാൻ മറ്റുള്ളവര് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുള്ളൂ. മനസ്സിലാവണ്ട ചേട്ടാ പറഞ്ഞു? അപ്പൊ നമ്മൾ, ഞാൻ ഇവിടെ മാത്രമല്ല, അപ്പുറത്തുള്ള അവൻ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസൽമാനാണോ വെളുത്തവനാണോ കറുത്തവനാണോ എന്ന് പ്രസക്തിയില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട്, കാക്ക വിളിച്ചാൽ പറയും, കാക്ക വിളിച്ചാൽ തിരിച്ചോ, കൊക്ക് വിളിച്ചാൽ എന്താ അങ്ങനെ പറയാത്തത്? അത് 200 വർഷം വെളുത്ത സായിപ്പ് ബ്രിട്ടീഷുകാര് ഇന്ത്യ കോളനിയാക്കി സാമ്രാജ്യത്വം രാജ്യം ഭരിച്ചുകൊണ്ട് മാത്രം നമ്മുടെ തലച്ചോറിൽ അങ്ങനെ സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ട് വെളുപ്പ് തോന്നിയിരിക്കുകയാണ്. ലോകത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെളുപ്പ് കണ്ടവർക്ക് പേടിയാണ്. അപ്പൊ ഓരോ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ റേഞ്ച് അനുസരിച്ച് മനുഷ്യന്റെ ശരീരം വെളുക്കും കറുപ്പും ഇടത്തരം കറുപ്പുണ്ടാവും. അതൊക്കെ സാധാരണമാണ്, അല്ലെ? അങ്ങനെ കാണാനൊരു മനസ്സിലുണ്ടാവും. മറ്റൊരു കാര്യം, സാധാരണ ഇവിടെ പെട്ടെന്ന് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരു ക്രിസ്ത്യാനിയുടെ ഈ ഞരമ്പ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീല കളറാണോ വരിക? ഹിന്ദുവിന്റെ ഓറഞ്ച് കാവി കളറാണോ വരിക? മുസൽമാന്റെ ഗ്രീൻ പച്ച കളറാണ്. അല്ലാതെ നമുക്കറിയാം, ഇതൊന്നും വലിയ കാര്യമല്ല ഞങ്ങൾ പറയണത്, എന്നാൽ അത് ചെറിയ കാര്യമാണ്. അതെന്തത്? അപ്പൊ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ശരീരത്തിലോടുന്ന ബ്ലഡ്, രക്തം. അല്ലെ? തറക്കലില്ല നിങ്ങൾക്ക് തറക്കണ്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ച കുട്ടികളല്ല, നിങ്ങൾക്ക് അറിയാം. അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഈ നിഷ്പക്ഷത എന്ന് കേട്ടില്ല? ഞാനൊരു നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ എന്താ അർത്ഥം? ഒരു പക്ഷത്തില്ലാണ്ട് നിൽക്കുക, അല്ലെ? കേട്ടില്ല വാക്ക് നിഷ്പക്ഷത. എന്നാൽ ഈ ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങളെ പോലോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉണ്ണി കേൾക്കണം, ഉണ്ണി ആ നിഷ്പക്ഷത നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഒരു തർക്കമുണ്ടായാൽ എന്തു പറയും? നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ എന്ന് കേട്ടില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ മൈക്കിന്റെ ഈ പോർഷനിലെ കളറ് നിഷ്പക്ഷമായിട്ട് നിങ്ങൾക്ക് ഇത് മഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? ഇതെന്ത് കളറത്? ബ്ലാക്ക്. അപ്പൊ ഈ നിഷ്പക്ഷത എന്ന് പറഞ്ഞ അത് ഭയങ്കര കാപട്യാണ്. റിയാലിറ്റി, ഒറ്റ വസ്തുത, ഒരു ഫാക്ടറാണ്. ആ ഫാക്ട് പറയാൻ നമുക്ക് കഴിയണം, അല്ലേ? ഈ സ്പീക്കറിന്റെ കളറ് കുറച്ച് കുട്ടികളായിട്ട് ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് ഇത് ചുവപ്പാണ്, ഓറഞ്ചാണ്, എല്ലാം എന്ന് പറഞ്ഞത് സമ്മതിക്കോ? അതിനെന്തുണ്ട്? കൃത്യമായി വസ്തുതാപരമായ ഒരു കളറുണ്ട്. അതിനെന്ത് വേണം? പക്ഷത്തോടുകൂടി പറയണം. അത് എന്ത് കളറാണ്? കറുപ്പാണ്. ഇപ്പൊ എത്ര മണിക്കുള്ള നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? 4 മണിക്കില്ലേ? ഒരു 3:30-3:45 പോകാം. നമ്മുടെ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരട്ടെ. നോക്കൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകണം, ഞാനും വീട്ടിലേക്ക് പോകാം. നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് എത്തുമ്പോഴേ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട്ടില് ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്നത് കരുതുക. നിങ്ങളുടെ അയൽപ്പക്കത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ 2 വയസ്സുള്ള ഒരു കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്നത് നിങ്ങൾ കരുതുക. ചിന്തിച്ചൂടെ? അങ്ങനെ എന്തും ചിന്തിക്കും. അപ്പൊ നിങ്ങൾ നടന്നു പോകുമ്പോ ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു പാമ്പ്
ഇങ്ങനെ കൊത്താനായിട്ട് ഇങ്ങനെ നിലത്ത് ചരൽ മണ്ണിലൂടെ ഇങ്ങനെ ഇറഞ്ഞിറങ്ങി വരികയാണ് ഒരു പാമ്പ്, വിഷപ്പാമ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഭയങ്കര നിഷ്പക്ഷരാണ്, ഞങ്ങൾ പാമ്പിന്റെ പക്ഷത്തുമില്ല, കുട്ടിയുടെ പക്ഷത്തുമില്ല എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചെരുപ്പ് അങ്ങനെ എറിഞ്ഞാൽ ആ പാമ്പ് ദിശ മാറി വേറെ പോയാൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രാഷ്ട്രീയം പൊളിറ്റിക്സ് കേട്ടിട്ടില്ലേ? ഇതാണ് ഒരു കൊത്താൻ വരുന്ന പാമ്പിനെ ഓടിപ്പിക്കുക. നമ്മളെ തൊഴിലാളികളെ, കർഷകരെ, വിദ്യാർത്ഥികളെ നശിപ്പിക്കാൻ വല്ല നയം, പോളിസി ആര് സ്വീകരിക്കും അതിനെതിരെ ചോദ്യം ചെയ്യാം. അതിൽ നിഷ്പക്ഷതയില്ല. എന്ത് വേണം? കൃത്യമായി നിലപാടെടുത്ത് അത് ശരിയല്ല. ഇനി അഥവാ നിങ്ങൾ ഈ കുട്ടിയുടെ അടുത്തേക്ക് കൊത്താൻ വരുന്ന പാമ്പിന്റെ ആ മൂമെന്റിൽ, ആ നിമിഷത്തിൽ നിങ്ങളാരും പ്രതികരിച്ചില്ല എന്നിരിക്കുക. നിങ്ങൾ നിഷ്പക്ഷരായി, ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യം. അവിടെ നിങ്ങളൊരു പക്ഷത്തെത്തി, ആ കുട്ടിയെ കൊത്തിക്കൊല്ലാൻ വന്ന പാമ്പിന്റെ പക്ഷത്ത് നിങ്ങളുടെ നിശബ്ദത, നിങ്ങളുടെ ആ സൈലൻസ് അതിന് സഹായിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? അങ്ങനെ സൈലൻസ് ആവേണ്ടതില്ല. എന്ത് വേണം? റിയാക്ട് ചെയ്യണം. പറഞ്ഞാൽ എല്ലാത്തിനും റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം. അതൊരു തെറ്റായ കാര്യമൊക്കെ. നിങ്ങൾ ആനയെ കാണാത്തൊരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെയൊക്കെ അതിന്റെ നാടകമില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ കുട്ടികളോട് പറയാറുള്ളത്, ഞങ്ങൾക്കൊരു സംശയം. നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ട തെച്ചിക്കോട്ടുകാവ്, രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകൾ സത്യത്തിൽ അത് ആന തന്നെയാണോ? അല്ല, ആനയെ പോലെ ഒരു സംഭവം. ആന എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആന എവിടെയായിരിക്കും? അതെ, ഫോറസ്റ്റ് അല്ലെ, ഘോര വനത്തിൽ അത് പ്രണയിച്ചും തല്ലുകൂടിയും മലമുകളിൽ ചാടിയും ഓടിയും കാട്ടാറുള്ള വെള്ളം തട്ടിത്തെറിപ്പിച്ചു അങ്ങനെ നടക്കുന്ന കാലിൽ ചങ്ങലയില്ലാത്ത ആനയുണ്ടല്ലോ. എന്താണ്? കാലിൽ ചങ്ങല കെട്ടാത്ത ആനയാണ് സത്യത്തിലുള്ള യഥാർത്ഥ ആന. നമ്മുടെ ആന അത് ക്രഷ് ചെയ്തതാണ്. നോക്കൂ, മെരുക്കിയതാണ്. അപ്പൊ നിങ്ങൾ കുറെ കപ്പ് ചായ കുടിക്കുന്നുണ്ട്, ചിലപ്പോൾ ബിസ്ക്കറ്റ് തോന്നും. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല? അതിന് ഏറ്റവും നല്ലത് മിക്സഡ് ഫ്രൈഡ് റൈസ്. പിന്നെ നല്ല ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? മിക്സഡ്, അതിൽ കുറച്ച് കോഴിമുട്ടയുടെയും ബീഫും മട്ടനൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അല്ലേ? ഫ്രൈഡ് റൈസ്. നമുക്ക് നല്ല ഫ്രൈഡ് റൈസ് തന്ന്, പൈനാപ്പിൾ കുറച്ച് കഷ്ണം തന്ന്, ഒരു ഐസ്ക്രീം ഒക്കെ തന്നതിന് ശേഷം നമ്മുടെ ഈ വയറിന് ചുറ്റും ഒരു ഇരുമ്പ് ചങ്ങലിട്ട് കൂട്ടി, അത് കാങ്കാലിനൊന്ന് കൂട്ടിയിട്ട് അവിടെ നിൽക്കുന്ന മരത്തിന്റെ കിടക്കിൽ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ഏതൊരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അത് ഇഷ്ടപ്പെടില്ല. ഏതോ ദേവിയുടെ ദേവന്റെ തിടമ്പും നെറ്റിപ്പട്ടും ഒക്കെ ചുമന്ന് ഏതോ കാട്ടിലെ ഏതോ തടി വലിച്ച് ജീവിക്കുന്ന ആനയുടെ അനുഭവം ചോർത്തി കളഞ്ഞ ആനയാണ്. ഇത് മനസ്സിലാക്കണം. ഒരു ആനയ്ക്ക് ആനയുടെ എക്സ്പീരിയൻസ്, ആ ആനയുടെ അനുഭവങ്ങൾ നമ്മൾ കുത്തി തുറന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇതൊരു പിണ്ടം പോലെയാക്കിയിരിക്കുക. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയത്. നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞു, ബിരിയാണി തന്നാലും നിങ്ങളുടെ കാലത്ത് അങ്ങനെ കിട്ടിട്ട് പുളിമരത്തുമ്പോൾ കിട്ടി ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞില്ലേ? അത് എന്താ അങ്ങനെ ആ ജീവിക്ക് ചിന്തിച്ച് എന്താ കുഴപ്പം? കുഴപ്പമില്ല. അങ്ങനെയൊന്നും ആലോചിക്കും. എവിടെയെങ്കിലും ആനയെ കെട്ടിട്ട് നിങ്ങൾ പോയി അയച്ചുകൂടൊന്നും വേണ്ട. അപ്പൊ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആന പോലെ ആവരുത് നമ്മൾ. ഏതാന? എല്ലാ അനുഭവങ്ങളും മലിനീകരിക്കപ്പെട്ട്, എല്ലാ ഇൻസൈറ്റും നഷ്ടപ്പെട്ട്, ഏതോ വണ്ണം കുറഞ്ഞ പാപ്പാൻ എപ്പോഴോ വെച്ചുപോയ കനം കുറഞ്ഞ ആ തോട്ടി വിടാതെ പേടിച്ച് മൂത്രമൊഴിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു ആനയാവരുത് നിങ്ങൾ വിദ്യാർത്ഥികൾ. നമ്മളെല്ലാവരും ആരോ വെച്ച തോട്ടി വിടാതെ നിൽക്കലല്ല നമ്മുടെ കടമ. നമ്മൾ ആ തോട്ടി എന്ത് ചെയ്യണം? തട്ടിക്കളയണം. അങ്ങനെ ചിന്തിച്ചു. അതൊക്കെയാണ് ഈ ഇടപെടുക, പ്രതികരിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാകുന്നത് തോന്നുന്നത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയും. നമുക്ക് പലപ്പോഴൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതൊരു കുട്ടിയെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഞാനിവിടെ തന്നെ 2 തവണയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ബോറടിക്കുന്നുണ്ടെങ്കിൽ കേട്ടവര് ഉണ്ടായിരിക്കുക. ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥി കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കാം. നോക്കൂ, അടുക്കളയിലെ ഒരു കപ്പ് സാമ്പാർ,
സാമ്പാർ എന്തെങ്കിലും കഴിക്കാത്തൊരു ഒരാളുകൂടി ഉണ്ടാവില്ല. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഉൽപ്പന്നങ്ങൾ അതും അറിയാം. മിക്ക വീട്ടിലും ചേട്ടന്മാരും അങ്കിൾമാരും അച്ഛന്മാരൊക്കെ യൂട്യൂബിൽ എടുത്ത് നല്ലപോലെ ലോക്ക്ഡൌൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, പല പലരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമ്മമാർക്ക് ഭയങ്കര സന്തോഷം ഇപ്പോ പല വീട്ടിലുള്ളത്. ഇതുവരെ ഒരു കട്ടൻ ചായ ഒരു കൊട്ടാമ്പലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്ത അച്ഛന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ മലബാർ ബിരിയാണി ഉണ്ടാക്കുക. ഉദാഹരണം ഞാൻ തന്നെ കറക്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സാമ്പാറിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മക്കൾക്ക് അറിയാലേ. കടുക് ഉണ്ടാവും, ഉലുവുണ്ടാവും, മല്ലിയുണ്ട്, മുളകുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അങ്ങനെ ഉപ്പുണ്ട് ഇല്ലേ. എന്നാൽ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി അമ്മയോട് അച്ഛനോട് ചോദിച്ചോ. അമ്മ കുറെ കൊല്ലങ്ങള് ഒരപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഈ സാമ്പാർ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ സാമ്പാറിലെ കടുക് താളിക്കാൻ കടുക് എവിടെ കൊണ്ടുവരുന്ന ചോദിച്ചു. വളരുന്ന നമ്മളെല്ലാം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് നമുക്കറിയും. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കടുക് എവിടെ നിന്ന് പതിപ്പിടുന്ന അറിയാത്ത വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് അറിയുമല്ല, ഞാൻ മനസ്സിലാക്കണം. കടുക് പശ്ചിമ ബംഗാളിലെ കടുക്, നോക്കൂ, ഉലുവ ഹരിയാന, മല്ലി രാജസ്ഥാൻ, ഉപ്പ് മഹാരാഷ്ട്ര, മുംബൈയിലെ ഉപ്പളങ്ങൾ, മഞ്ഞൾ 80% കർണാടക, 50%. അതിന് റെഡ് ചില്ലി, ചുവന്ന മുളകില്ലേ, ഉണക്കമുളക്, ചുവന്ന മുളക് എനിക്ക് പറ്റില്ല. ആ മുളക് ആന്ധ്രയിലെ ഗുണ്ടൂര്. വെജിറ്റബിള് മിക്കവാറും വഴുതനങ്ങ, വെണ്ടക്കായി, മത്തങ്ങ, കുമ്പളങ്ങയൊക്കെ എവിടെയാ? തമിഴ്നാടിനാണ് മിക്കവാറും. പച്ചവെള്ളം മാത്രം പച്ചാട്, പുന്നമ്പറം. ഇതാണ് നമ്മുടെ അടുക്കളയിലെ സാമ്പാർ എന്ന് മനസ്സിലാക്കി. എന്തിനെങ്ങനെ പറഞ്ഞാൽ മക്കളെ, ഞാനിതിനൊന്നും വേണ്ടി പറഞ്ഞതല്ല. ബംഗാളിലെ കടുക് ഉത്പാദിപ്പിക്കുന്ന ആ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളി, അത് മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനികളോ നമുക്ക് അന്വേഷിക്കാറുണ്ടാവും. അത് നിങ്ങൾ ആ ആൻസർ തന്നു. അതെന്താത്? ഫുഡ് ഉണ്ടാക്കാൻ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അധ്വാനിക്കുന്ന മനുഷ്യർക്ക് മതം, ജാതി, തറവാട്ട് മഹിമയും പ്രാധാന്യമില്ല. മനസ്സിലാവില്ല. രാജസ്ഥാനിലും ബംഗാളിലും കർണാടകയിലും തമിഴ്നാടും കേരളത്തിലൊക്കെ ഇന്ത്യയിലെ 8 സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പലവ്യഞ്ജനങ്ങളും പലചരക്ക് സാധനങ്ങളാണ് ഒരു കപ്പ് സാമ്പാറിനെന്ന് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ മച്ചാട് സ്കൂളുടെ നല്ല കുട്ടികളായി നിങ്ങൾക്ക് ഇത് എന്തിനങ്ങനെ പറഞ്ഞില്ലെന്നറിയോ? നമ്മൾ ഇൻഡിവിജ്വലായി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ കാര്യം ചിന്താപാതെന്നുള്ള ചിന്ത പാടില്ല. എനിക്കായാലും ഞാൻ നിങ്ങളെല്ലാം നമുക്ക് ആർക്കും പാടില്ല. നമുക്ക് ഇങ്ങനെ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇനിയിപ്പോ ഏറ്റവും വിലപിടിപ്പുള്ള 1-2 കാറുകളുടെ പേര് മക്കള് പറഞ്ഞ ഏറ്റവും ഓടി, റോൾസ് റോയ്സ്, ലംബോർഗിനി, ഫെരാരി. നോക്കൂ, നല്ല അറിവുള്ള മക്കളെ. എത്രയോ ലെജിറ്റിമസി ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ അവർ പറഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചില്ലേ? ഒറ്റ കാര്യം പറയാൻ പറഞ്ഞേക്കാം. നോക്കൂ, ഒരു ഓഡി കാറോ ഒരു BMW കാറോ ഇനി ഒരു 10 കോടി രൂപയുടെ ഒരു ന്യൂ മോഡൽ BMW കാറ് വന്നുകഴിക്കാം. 10 കോടി രൂപയാണ് വരാൻ വരുന്നത്. എത്ര? 10 കോടി. ആ കാറിൽ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ഒരിക്കലും പറ്റില്ല ഇപ്പൊ നടക്കാം. ആ കാറിൽ യാത്ര ചെയ്ത് കൊടൈക്കനാല്, ഊട്ടി, അതിരപ്പള്ളിക്കൊക്കെ ഒരു എക്സ്കർഷൻ, ഒരു ടൂറ്, ഒരു സൈറ്റ് സീൻ കാണാൻ പോകുന്നതായിരിക്കും ഒരു കുടുംബം. ഒരു വലിയ ഫാമിലി 10 കോടി രൂപയുടെ കാറിൽ പോകുന്നത്. ആ കാറ് ഒരു ദേശീയ പാതയിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ നാഷണൽ ഹൈവേയിൽ വെച്ച് ഒരു പാണ്ടിത്തമണന്റെ ലോറിക്കടിയിലെ വണ്ടി പറ്റിയിടിച്ച് നിന്നാൽ 10 കോടി രൂപയുടെ കാറ് തീവണ്ടി ഇടിച്ചാലും അതിനകത്തുള്ള ആളുകൾ മരിക്കില്ല. അങ്ങനത്തെ പ്രത്യേക ഹൈഡ്രോളിക്
എയറോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടികളത്. മനസ്സിലാവില്ലേ? പക്ഷെ എന്ത് സംഭവിക്കും? 10 കോടി രൂപ വിലയുള്ള സമ്പന്നൻ തന്റെ ഭാര്യയുമായി യാത്ര ചെയ്യുമ്പോ മറ്റൊരു തെരുവിലൊരു ബസ്സോ ട്രക്കറോ ഒരു ടിപ്പറോ ടോറസോ വന്നിടിച്ച് സ്ട്രക്കായാൽ, ആ കാറിന്റെ ഡോറ് സ്ട്രക്കായാൽ അവർക്ക് അകത്തുനിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അവർ ഇന്നലെ വരെ തെമ്മാടികൾ, തെണ്ടികൾ, സംസ്കാരമില്ലാത്തവർ, കൾച്ചർലെസ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പരിഹസിച്ച തെരുവിലെ മനുഷ്യരായിരിക്കും ഓടി വന്ന് ആ കാറ് സ്ട്രക്കായ കാറിന്റെ ഡോറ് പതുക്കെ പൊളിക്കാൻ ശ്രമിക്കുക, അല്ലെ? എന്തിനാ ഈ കഥ പറഞ്ഞത്? 10 കോടി രൂപയുടെ കാറിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും അവർ ഇന്നലെ വരെ പരിചയമില്ലാത്ത, അവന്റെ തറവാട്ട് പാരമ്പര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അവന്റെ മതം ജാതിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും തെരുവിലെ സ്ട്രീറ്റിലെ മനുഷ്യരല്ല രക്ഷിക്കുന്നത്. അത്തരം ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മളൊക്കെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊന്നും ഇങ്ങനെ ചിന്തിക്കാത്ത കുട്ടികളായതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണമല്ല. പക്ഷെ ഒരാളെങ്കിലും ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഈ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ പ്രത്യേകത, അവൻ അവന്റെ ജീവിതം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും. കാട്ടിലാണ് ആദ്യം കല്ലടന്നു, ആ കല്ല് മൂർച്ചയുള്ള കല്ലാക്കി, പിന്നെ എല്ല്, കമ്പ്, മരക്കമ്പൊക്കെ ഷാർപ്പൻ ചെയ്തു, പിന്നെ ചില ഇരുമ്പായുധങ്ങൾ കണ്ടെത്തി. ഇപ്പോ 4G മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് നമ്മൾ മാറി. പണ്ടത്തെ കാട്ടിലെ മനുഷ്യൻ മാറിയില്ല. നോക്കൂ, ഒരു 50,000 വർഷം മുമ്പ് ഒരു തെങ്ങിൽ കൂടുകൂട്ടുന്ന ഒരു കുഞ്ഞാറ്റക്കുരുവി, കിളിയുണ്ടല്ലോ, കിളി, ആ കുഞ്ഞാറ്റക്കുരുവിയുടെ ആ കിളിക്കൂട് 50,000 വർഷം മുമ്പ് അത് എങ്ങനെയാണ് ആ കൂട് കൂട്ടിയത്? 2022 മാർച്ച് 22-നും ആ കിളി അങ്ങനെ എന്നെ കൂട് കൂട്ടുന്നതല്ലേ? കാട്ടിലെ മാനിനെ പിടിക്കാൻ സിംഹം ഓടും, ലയൺ, പിന്നെ പുലിയൊക്കെ ഓടില്ലേ, മാനിനെ പിടിച്ച് തിന്നാൻ അല്ലെ? ഒരിക്കലും പുലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ, സിംഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാനും 2022-ൽ ഒരു ഫ്ലാറ്റ് കെട്ടി ഫ്ലാറ്റിൽ ജീവിച്ചിട്ടുണ്ടാകും. അപ്പോ നമുക്ക് വേഗത്തിൽ പോണ തീവണ്ടിയും വിമാനങ്ങളൊക്കെ നമുക്ക് വേണം. കാളവണ്ടി യുഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി നിരന്തരം മാറ്റം വരുത്തിയിട്ടതൊക്കെ. നിങ്ങളിട്ടിരിക്കണ ഈ വസ്ത്രമില്ല, നിങ്ങളിട്ടിരിക്കണ ചെരുപ്പില്ലേ, നമ്മൾ ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നിടത്ത് കമ്പനി ഉണ്ട്, ഫാക്ടറി ഉണ്ട്, വൈദ്യുതി ഉണ്ട്. അവിടെയൊക്കെ പ്രകൃതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഈ ഓടിയെത്തിയ കാറുകളെല്ലാം വന്നത് റോട്ടിലൂടെയാണ്. പണ്ടത് പാടം പറമ്പായിരുന്നു ഒരു കാലത്ത്. എല്ലാം മാറ്റമില്ല. നമ്മുടെ വീട്ടിൽ കറണ്ടില്ലേ? പണ്ട് വൈദ്യുതി കമ്പി വലിക്കാൻ വന്നപ്പോ ഒലക്കൂടെ അടിച്ചു കൊടുപ്പിച്ചിട്ടുണ്ട് ആളുകൾ. കറണ്ട് പിടിച്ചാണ് ചവിഞ്ഞു വരും. ഇപ്പൊ കറണ്ട് ഒരു മിനിറ്റ് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി എന്താ അവസ്ഥ? KCBക്ക് മിക്കവാറും അച്ചാച്ചനെ അച്ഛനോട് വിളിപ്പിക്കുന്നത് വെച്ചിരിക്കുന്നുണ്ട്. അച്ഛനോട് ഇവർക്ക് മടിയാണ്. എന്നിട്ട് KCB എപ്പോഴാണ് കറണ്ട് വരിക? കുട്ടികളോട് അച്ഛൻ ചോദിക്കി എന്റെ വീട്ടിലുണ്ടായിട്ട് മാറ്റങ്ങൾ വരും. എന്തുണ്ടാവും? മാറ്റങ്ങൾ ഇനിയും വരും. അപ്പൊ എന്തായാലും ആ മാറ്റത്തിന്റെ ഒപ്പം മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കണം. നമുക്ക് നല്ല മനുഷ്യരാവണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം, നല്ല ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ നമുക്ക് കഴിയണം. മക്കൾക്ക് നിങ്ങൾ കേട്ടാകെ ഭയപ്പെടുന്നു വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഒരു കാര്യം ഇവിടെ പറയാം, പാഠപുസ്തകത്തിന് അറിവ് മാത്രം നമുക്ക് പോരാ. പുറത്തുനിന്ന് നിങ്ങൾ TV ന്യൂസ് കാണണം, പത്രങ്ങൾ വായിക്കണം. ഈ പത്രത്തിലെ എഡിറ്റ് പേജ് എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്കറിയാം, എഡിറ്റോറിയൽ പേജ്. മാതൃഭൂമി, ദേശാഭിമാനി, മനോരമ, ആ പത്രത്തിന്റെ എംബ്ലം വെച്ചിട്ട് ഒരു പേജ് ഉണ്ടാവില്ലേ? അതിന്റെ ലേഖനങ്ങളൊക്കെ ചെറുപ്പത്തിലേ വായിച്ചു തുടങ്ങും. നിങ്ങൾക്കറിയണ്ട, നിങ്ങളൊക്കെ PSC വേണ്ടി സർക്കാർ ജോലിക്കൊക്കെ പോകണം ആഗ്രഹിക്കുന്നില്ലേ? ഒരു പൊതു അറിവ് നമ്മോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് LLB എടുക്കാം, IAS എടുക്കാം, ഒരു കൃഷി ഓഫീസറാവാം, ഒരു ടീച്ചറാവാം. അതിനെന്താ? ഒരു സർക്കാർ ഓഫീസിൽ ചിലപ്പോൾ ഒരു ഗുമസ്തനാവേണ്ടി വരും. ഇന്നത്തെ എന്തുമാരോ എല്ലാവരും IASകാരും, എല്ലാവരും ഡോക്ടറും, എല്ലാവരും കളക്ടറായ അവസ്ഥ കഴിക്കാനറിയാൻ ഉണ്ടാക്കുന്നത്. ഗൂഗിളിലും ക്രോമിലും യൂട്യൂബിലും സെർച്ച് ചെയ്താൽ വൈകുന്നേരത്തെ ചോറും കറിയും മേശയ്ക്ക് എത്തുമോ?
പക്ഷെ എങ്ങനെ എത്തും? സൊമാട്ട കൊണ്ടുവരുന്നല്ലേ, കാശിന് കൊടുക്കണം, അതും അടുക്കളയിൽ ഉണ്ടാക്കണം. നിങ്ങൾ യൂബറിലും സൊമാട്ടോയിലും പിന്നെ സ്വിഗ്ഗിയ ഇതിലൊക്കെ സംഭവങ്ങൾ ചെയ്യണില്ലേ? ഓർഡർ ചെയ്താൽ ഞാൻ സംഭവം ഉണ്ടായി. ഞാൻ എനിക്കറിയാം, അത് പെട്ടെന്ന് നിങ്ങളുടെ നിയറസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞു പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി കുറച്ച് വെള്ളം വരുന്നുണ്ട് പറഞ്ഞു. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് പെട്ടെന്ന് 10 ആൾക്കുള്ള പാക്കറ്റ് ചൂടക്കലെത്തി, കാശും വാങ്ങി അവർ പോയി. പക്ഷെ അവൻ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ട്? കിച്ചൺ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അവിടെ കോഴിനെ വളർത്തി കൊടുക്കണം, മുളക് ഉണ്ടാക്കി കൊടുക്കണം, കടുകും മല്ലി ഉപ്പ് ഉണ്ടാക്കി കൊടുക്കണം, നല്ലത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആളുകൾ മൊബൈലിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ആകാശത്ത് പൊട്ടി വീഴുന്നല്ല ഈ പാക്കറ്റ് ഒന്നും. അത് ഉണ്ടാക്കാൻ ആര് വേണം? തൊഴിലാളി വർഗം വേണം, കൃഷിക്കാരൊക്കെ വേണ്ടേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ, പാവപ്പെട്ട പണിയെടുക്കുന്ന ആളുകളെ, സിമെന്റ് കെട്ടുന്നവർ, ടൈൽ പിടിക്കുന്നവരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കണം, അവരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണം. നല്ല വെയിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പിടിച്ചോളൂന്നൊക്കെ ചോദിച്ചു. പാടത്തും പറമ്പിലും പണിയുന്ന പാവപ്പെട്ട മനുഷ്യരോടെ ഇടയ്ക്കൊക്കെ വെള്ളം പിടിച്ചോളൂന്ന് മക്കളും ചോദിച്ചു നോക്കും. നിങ്ങൾക്ക് അറിയേണ്ടത് 10 കോടി രൂപയുടെ ലോട്ടറി എടുത്തൊരു സ്നേഹമൊക്കെ എടുക്കുന്നത് കുട്ടികൾ ഇതറിയേണ്ടതൊക്കെ അങ്ങനെ ചോദിക്കില്ല. നമുക്ക് എല്ലാം പലചരക്കുകളിൽ കിട്ടുന്നുള്ള വിശ്വാസമുള്ളത്. ഇത് പണിയാനുള്ള മനുഷ്യരെ അവിടെ ജീവിച്ചിരിക്കണം കാരണം ഇത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ വേറെ രീതിയിൽ ചെറിയ വർത്താനം പറയാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. വളരെ സന്തോഷം, നിങ്ങൾ പ്രതികരിച്ചതിനൊക്കെ സ്നേഹമുണ്ട്. ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ഈ പ്രാവശ്യം മുൻപ് കുറെ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇതൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി നമ്മൾ പുതിയ കോടികളുടെ കെട്ടിടം നമ്മൾ പണിയുന്നു. 106 മറ്റു വർഷങ്ങളായിരുന്നു ഈ സ്കൂള്. 106 വർഷം പഴക്കമുള്ള സ്കൂളാ. അന്ന് ചെയ്തവരെ നമ്മൾ സ്തുതിക്കുക അല്ലെ? അത് തുടങ്ങി വെച്ചു. ഇപ്പൊ നോക്കി ഹൈടെക് രീതിയിലുള്ള കെട്ടിടങ്ങളായി എന്തൊരു ഇതൊക്കെ മാറി വരാൻ പോവുക. കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഫെബ്രുവരി 10-ന് 58 ഹൈടെക് സ്കൂളുകളാണ് ഉദ്ഘാടനം ചെയ്തത് കിഫ്ബി ഫണ്ട് വഴി. അപ്പൊ സർക്കാർ സ്കൂളുകളിലേക്ക് 10 ലക്ഷം കുട്ടികൾ തിരിച്ചു വന്നു. മക്കളെ ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നും TC വാങ്ങിയിട്ടും വാങ്ങാണ്ട് പഠിക്കുന്നു ചേർന്നു. നല്ല PSC വഴി ജയിച്ച അധ്യാപകരെ കുഴിമാഷ്, ബിന്ദു ടീച്ചർ, ഇബ്രാഹിം മാഷ്, ഇതൊന്നും ഓട് പിടിച്ചിറക്കിയ മാഷന്മാരല്ല. അല്ല അവർക്കങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. കാസ്റ്റ് എഴുതി പഠിച്ചു വന്നവരാ. അങ്ങനെ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയം ഇനി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. വരാനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ സർക്കാർ ആശുപത്രിയും സർക്കാർ വിദ്യാലയം ഈ സർക്കാർ മാക്സിമം അതിനു വേണ്ടിയുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതിലേക്ക് നമ്മളെല്ലാവരും ആ സ്നേഹം അവിടെ പ്രകടിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവിടെ വൈസ് പ്രസിഡന്റും ചെയർമാനും ഉൾപ്പെടെയുണ്ട്. അവർക്ക് ചെറിയ വാക്കുകളുണ്ടാകും. അപ്പോഴേക്കും നമ്മുടെ ഉദ്ഘാടനം എത്തിച്ചേരും. ഇത് പറഞ്ഞുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇതിലൊരു ഉന്നത വിജയികളെ പ്രത്യേകിച്ച് NSS വിജയികളെ ആദരിക്കുന്ന ഒരു ആശയ. അതിനു മുമ്പ് നമ്മുടെ റിപ്പോർട്ട് അവതരണമുണ്ട്. ഹെഡ് മാസ്റ്റർ പ്രഭാകരൻ മാസ്റ്റർ റിപ്പോർട്ട് വെക്കും. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം ഇന്ന് വളരെ വിശിഷ്ടമായ ഒരു ദിനമാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ കുട്ടികളെ SSLC കുട്ടികളുടെ സെൻഡ് ഓഫ് കഴിഞ്ഞു. ഇനി അവര് 31-ാം തീയതി പബ്ലിക് എക്സാമിനേഷൻ അഭിമുഖീകരിക്കാൻ പോവാണ്. അവർക്ക് നല്ലൊരു വിജയാശംസകൾ നേരെയാണ്. ഇന്നത്തെ ഈ വിശിഷ്ട യോഗത്തിലെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന ഒരു കർത്തവ്യമാണ് ഇതിൽ നിശ്ചിതമായിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ അധ്യയന വർഷത്തില് നമ്മുടെ മച്ചാട് ഹൈസ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ
പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒരു എത്തിനോട്ടം. 2020-21 അധ്യയന വർഷം മച്ചാട് സ്കൂളിന്റെ ചരിത്രത്തിൽ വികസനത്തിന്റെ കാലമാണ്. വളരെയധികം പ്രവർത്തനങ്ങൾ നടന്ന വർഷം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ധാരാളം ഫണ്ടുകൾ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാലയങ്ങൾ ചെലവഴിക്കുന്നു. നമ്മുടെ മച്ചാട് ഹൈസ്കൂളിനും ഇത്തരത്തിൽ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഫണ്ട് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണകാലഘട്ടത്തില് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വാരാണി ഡിവിഷൻ മെമ്പറുമായിരുന്ന മേരി തോമസ് ഈ സ്കൂളിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2020-21 പീരീഡിൽ അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ച് UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ മുഴുവൻ ക്ലാസ് മുറികളും ടൈലുവിരിച്ചു. സ്കൂളിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മാണം നടത്തി അതിനു മുകളിലായി ഫെൻസിംഗ് നടത്തി. അതിനുശേഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിനായി 15 ലക്ഷം രൂപ അനുവദിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിവിധ പ്രവൃത്തികളുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡേവിസ് മാസ്റ്റർ നിർവഹിക്കാൻ പോകുന്നത്. ഇതിനായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായിട്ടുള്ള വിനയ മെമ്പർ വളരെയധികം ശ്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ 20 ലക്ഷത്തിന്റെ ഒപ്പം തന്നെ വീണ്ടും ഒരു 15 ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ വികസനം സാധ്യമാക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ പ്രവൃത്തികൾ UP ഹൈസ്കൂൾ ബിൽഡിംഗ് പെയിന്റിംഗ് നടത്തി സ്കൂളിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. UP ക്ലാസുകളിൽ പുതിയ ജനൽ വാതിൽ ഘടിപ്പിക്കുകയും വെന്റിലേഷൻ ഹോൾ നെറ്റ് ഉപയോഗിച്ച് നന്നാക്കുകയും ചെയ്തു. UP ക്ലാസുകളുടെ മുൻവശം ടൈൽ വിരിച്ച് ഭംഗിയാക്കി. ഹൈസ്കൂളിൽ മുകളിലെ നിലയിൽ ടീച്ചേഴ്സ് ഇരിക്കാൻ താൽക്കാലിക സ്റ്റാഫ് ക്യാബിൻ ഒരുക്കി. അതിലൂടെ നമ്മുടെ ഡിസിപ്ലിൻ മാറ്റം വരുന്ന നമുക്ക് കഴിയും. HS സെക്ഷനിൽ ടീച്ചേഴ്സ് ടോയ്ലറ്റ് പണിതു. ഹൈസ്കൂൾ അപ്സ്റ്റെയർ ക്ലാസുകളിലെ ഇലക്ട്രിക് വർക്കുകൾ പുരോഗമിക്കുന്നു. അതിലൂടെ ക്ലാസുകൾ കൂടുതൽ ആകർഷകമാക്കാൻ കഴിയും. നമ്മുടെ മച്ചാട് സ്കൂളിൽ UP ഹയർ സെക്കൻഡറിനായി 2 ബിൽഡിംഗ് വർക്കുകൾ നടന്നു വരുന്നു. HSനായി 2 കോടി രൂപയുടെ 12 ക്ലാസ് മുറികളോട് കൂടിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് UP ക്ലാസിനായി 6 മുറികളോട് കൂടിയ പുതിയ ബിൽഡിംഗ് 1 കോടി രൂപയാണ് അതിനായി നിലനിർത്തുന്നത്. മറ്റൊരു സന്തോഷ വാർത്ത, പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ അതിനായി പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന കിച്ചൺ ഇല്ലാതെ അതിനായി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. 8,58,960 രൂപ. ഈ വർഷം തന്നെ HSSനായി ടോയ്ലറ്റ് വർക്ക് പണിയുന്നതിനായി 20 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയത്. ആയതിന്റെ വർക്ക് ഉടനെ ആരംഭിക്കുന്നു. എന്തുകൊണ്ടും വളരെയധികം വികസന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്കാദമിക വർഷമാണിത്. ഇതിനെല്ലാം വഴിയൊരുക്കി ഫണ്ട് അനുവദിച്ചെന്ന ജില്ലാ പഞ്ചായത്തിനുള്ള അകമേന് നന്ദിയും കടപ്പാട് ഞങ്ങൾ മച്ചാട് സ്കൂൾ PTA അറിയിക്കുകയാണ്. ഇന്നിവിടെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടക്കുന്നു. LSS, USS സ്കോളർഷിപ്പിന് അർഹരായ LSSന് 4 കുട്ടികളും USന് 6 വിദ്യാർത്ഥികളുമുണ്ട്. വിദ്യാർത്ഥികളെയും മറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നു. കായികോണ്ട വിഭാഗത്തിൽ ജില്ലാ ചാമ്പ്യനായ ബബിത ബാബു എന്ന കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഈ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ദേശാഭിമാനി സ്കൂൾ തല ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ UP HS വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് നമ്മുടെ സ്കൂളിനായി 2021-22 അധ്യയന വർഷത്തിൽ HS വിഭാഗത്തിന് 18 ബെഞ്ചും 18 ഡെസ്കും HSSന് 20 ബെഞ്ചും 20 ഡെസ്കും നൽകുകയുണ്ടായി. ആയതിന്റെ കൈമാറി ചടങ്ങും ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. USS വിജയികളെ ആദരിക്കുന്നത് CV സുനിൽകുമാർ അവറുകളാണ്. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്. LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉമാലക്ഷ്മി മാഡം. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതോടൊപ്പം അക്കാദമിക കാര്യങ്ങളിലും മേന്മയുണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എല്ലാ അധ്യാപകരും PTA. ഈ വരുന്ന SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് എല്ലാവരും. നമ്മുടെ സ്കൂളിന്റെ പുരോഗതിയിൽ
വളരെയധികം സന്തോഷം കാണുന്ന സഹോദരായ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം ഉണ്ടെന്ന സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് തെക്കിങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഇ ഉമാലക്ഷ്മി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷൻ മെമ്പർ PS വിനയൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്താമെന്നേറ്റിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഡേവിസ് മാസ്റ്റർ, അധ്യക്ഷവേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ അധ്യാപകരെ, പ്രിയമുള്ള കുട്ടികളെ, ഈ നല്ല വെയിലത്തും നിങ്ങളുടെ ഇരിപ്പ് അക്ഷമയോടുകൂടി തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും 10ാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു പൊതുപരീക്ഷയെ നേരിടേണ്ടി വരുന്ന ആ ഒരു വികാരം നിങ്ങളിൽ ഉള്ള സമയത്ത് തന്നെ ഒരു സ്കൂളിൽ നിന്ന് വിടവാങ്ങുക എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളെയൊക്കെ പോലെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളുടെ സെന്റ് ഓഫിന്റെ സമയത്ത് 1 മിനിറ്റ് കയറിയപ്പോൾ മാഷ് പറയുന്നത് കേട്ടു ഫോട്ടോഗ്രാഫിന്റെ ഒക്കെ കാലം. ഇപ്പൊ അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കൂടിയിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷമാകും. അതുപോലെ തന്നെ ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഈ കാലത്ത് ഇന്ന് നമുക്ക് കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിട്ട കെട്ടിടങ്ങളില്ലാത്ത നല്ലൊരു വാർപ്പ് കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലം എത്രയോ മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഈ സ്കൂളിന്റെ സൗന്ദര്യവൽക്കരണവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാവും. ഈ സ്കൂളിൽ നിന്നും സ്കോളർഷിപ്പ് നേടി വിജയിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുവാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ 10ാം ക്ലാസ് പരീക്ഷയിൽ നേരിടാൻ പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പരീക്ഷയെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാനും നല്ല മാർക്കോടുകൂടി വിജയിക്കാനും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. USS നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വളരെ തിരക്കുള്ള ഒരു പരിപാടി കൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് USS നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തെക്കിങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഇ ഉമാലക്ഷ്മിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് കുട്ടികളുടെ പേര് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട USSന്റെ നമ്മുടെ കൺവീനർ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2020-21 USS പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിന് ചരിത്ര വിജയം നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2021 USS സ്കോളർഷിപ്പ് വിജയികളുടെ പേരാണ് ഇനി വിളിക്കുന്നത്. പേര് വിളിക്കുന്ന ക്രമത്തിനനുസരിച്ച് സമ്മാനം സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അനന്യ കെ സി ഗിഫ്റ്റഡ് ചൈൽഡിലെ വിഭാഗത്തിൽപ്പെട്ടതാണ്. തൃശൂർ ജില്ലയിൽ നിന്നും 25 കുട്ടികളെയാണ് തെരഞ്ഞെടുക്കുക. അതിലൊരു കുട്ടി നമ്മുടെ വിദ്യാലയത്തിലുള്ള അനന്യ കെ സി ആണ്. ഐറിൻ AR, സെറ ബിബിൻ, ശ്രീലക്ഷ്മി KK, ലക്ഷ്മി ശോഭൻ,
ശിവാനി എസ് നായർ. ആറ് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. 2019 LSS സ്കോളർഷിപ്പ് വിജയികളുടെ പേരുകളാണ് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, LSS നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് നമ്മുടെ തെക്കങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ VC സജീന്ദ്രനാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വാളാരി ഡിവിഷൻ മെമ്പർ ശ്രീ PS വിനയേട്ടൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാഷ്, അദ്ദേഹം അല്പനേരത്തിനോട് എത്തും. ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പാൾ ബിന്ദു ടീച്ചർ, ഇവിടെ സംസാരിച്ച തെക്കങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുക്കുന്ന SMC ചെയർമാൻ PG സുരേഷേട്ടൻ, PTA പ്രസിഡന്റ് അനിൽകുമാർ, അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് കുമാരി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ബിബിൻ ജോസഫ് മാഷടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നടക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ അനുവദിച്ച 15 ലക്ഷം രൂപ വെച്ച് നടത്തിയ സൗന്ദര്യവൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ലഭിച്ച ഫണ്ടിന് കൈമാറ്റവും വിവിധ സ്പോർട്സുകൾ ലഭിച്ച കുട്ടികൾക്ക് അനുമോദനമാണ്. ഞാൻ ഈ സ്കൂളിനകത്ത് 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച ഒരാളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് മറിച്ച് ഇപ്പോ നോക്കുമ്പോൾ ആകെ 1-2 കെട്ടിടം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ബാക്കിയുള്ള കെട്ടിടങ്ങൾ ആകമാനം പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ വരികയാണ്. LPയുടെ കെട്ടിടം ഏകദേശം 1-2 മാസത്തിനകം പൊളിച്ച് പുതിയ കെട്ടിടം വരും. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ആകമാനം മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ നാടിനകത്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോ 15 ലക്ഷം രൂപയാണ് ഇപ്പോ ഒരു സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത്. ഇപ്പൊ ലക്ഷത്തിനൊന്നും ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ ചെലവാക്കി ഇപ്പൊ ഒരു കെട്ടിടം പണിയാണ്. വടക്കാഞ്ചേരി MLAയുടെയും തെക്കൻ ഗ്രാമപഞ്ചായത്തിന്റെയും വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി LP സ്കൂളിനകത്ത് 1 കോടി രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു പ്രൈവറ്റ് സെക്ടറിലെ സ്കൂളിനേക്കാൾ വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി പുതിയ വലിയ വലിയ കെട്ടിടങ്ങളും പഠിക്കാൻ വേണ്ട പുതിയ പുതിയ സൗകര്യങ്ങൾ നമ്മുടെ നാടിനകത്ത് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ എല്ലാവരും നമ്മുടെ നാടിനകത്ത് പ്രൈവറ്റ് സ്കൂളുകളായിട്ടുള്ള ക്ലേരിയ, ഇപ്പോ നിർമ്മല, കുണ്ടുകാട്, അതുപോലെ വലിയ പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. ഇപ്പോഴും പല ആളുകളും പഠിപ്പ് ഉണ്ടാകുന്നത് പ്രൈവറ്റ് സ്കൂളുകളാണെന്ന് പറഞ്ഞ് പല ആളുകളും ഇപ്പോഴും കുട്ടികളെ വലിയ സാമ്പത്തികം ചെലവാക്കി പ്രൈവറ്റ് സ്കൂൾ പഠിപ്പിക്കുന്നു. വിനയേട്ടനെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവിടുത്തെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും മാഷന്മാരും ഈ കേരളത്തിനകത്തെ PSC പോലുള്ള വലിയ പരീക്ഷകൾ പാസ്സായി ഇവിടെയൊക്കെ പഠിപ്പിക്കാൻ ഈ കേരളത്തിനകത്ത് ഏറ്റവും യോഗ്യർ ഞങ്ങളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. ഒരു മാനേജ്മെന്റ് സ്കൂളിലൊക്കെ ഒരു ടീച്ചർ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആർക്കാണ്? ആ മാനേജ്മെന്റിന് അവിടെ പുതിയ ടീച്ചർ വെക്കാൻ അധികാരമുണ്ട്. അപ്പോ ആ ടീച്ചർ എന്ത് ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ആ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഏത് ഗവൺമെന്റ് സ്കൂളിലായാലും ഒരു ഗവൺമെന്റ് സംവിധാനം അവരെ പരീക്ഷ എഴുതി വിജയിപ്പിച്ച ശേഷമാണ് നമ്മുടെ നാട്ടിനകത്ത് നമ്മുടെ കൂട്ടുകാരെ പഠിപ്പിക്കാൻ വരുന്നത്. അതിന്റെ വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകളും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ നമ്മളിരിക്കുന്ന സ്ഥലമൊക്കെ ഒരു ഗ്രൗണ്ടാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നത് ബൂട്ടിട്ടാണ്. അന്നത്തെ കാലത്തൊക്കെ പന്ത് വാങ്ങാൻ പോലും കാശില്ല. ഇതൊക്കെ തുണിപ്പന്ത് ഉപയോഗിച്ചാണ് ഇവിടെ കളിക്കുക. അപ്പൊ അത്തരം കാലഘട്ടത്തിൽ നിന്ന് മാറി നേരത്തെ
ഉമേഷ് സൂചിപ്പിച്ച വേറെ കാര്യമുണ്ട്. അപ്പൊ 10ാം ക്ലാസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു നോട്ട് ബുക്ക് പോലൊരു ബുക്ക് കാണും. അതിന്റെ പേര് ഓട്ടോഗ്രാഫ് കാണും. ഇന്നൊക്കെ ഓട്ടോഗ്രാഫ് നേരത്തെ പല കാലം കയ്യിൽ ഞാൻ നോക്കി. 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകളാണ്. ഒരാളുടെ കയ്യിലും ആ ഒരു ചുവന്ന എന്തെങ്കിലും ഒരു ബുക്ക് പോലെ അല്ലെങ്കിൽ ബുക്കുണ്ടോ, നീല പച്ച മഞ്ഞ പോലെ ഒരു ബുക്കുകളൊക്കെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ എഴുതിയ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ പറഞ്ഞ് എഴുതുന്ന ഒരു ബുക്കുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരുടെ കൈവശം ആ ബുക്കൊന്നും കാണുന്നില്ല. ഉണ്ടോ? യെസ്. അപ്പൊ ചിലരുടെ കാര്യം അപ്പൊ ഈ സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി ഇടപെടുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ സമയം. സോഷ്യൽ മീഡിയക്കകത്താണ് കൂടുതൽ ആളുകൾ സ്റ്റാറ്റസായും മറ്റ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായും ഉപയോഗിക്കുന്ന വളരെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഇത്തരം എഴുത്തുകളും വായനകളും പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ആളുകളെയും തെക്കുംകര പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യം. 2021 LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 2020 LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളുണ്ട്. 2020 LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് അന്ന് കൊറോണയുടെ കാരണം നമുക്ക് സമ്മാനങ്ങളൊന്നും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കൂടി ഈ വർഷം സമ്മാനങ്ങൾ നൽകിയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി സെബാസ്റ്റ്യൻ മാഷെ ക്ഷണിക്കും. 2019 LSS സ്കോളർഷിപ്പ് വിജയികളുടെ പേരുകളാണ് അനൗൺസ് ചെയ്യുന്നത്. പേരുകൾ വിളിക്കുന്ന ക്രമത്തിന് വന്ന് സമ്മാനങ്ങൾ വാങ്ങണമെന്ന് അറിയിക്കുന്നു. 2019 LSS സ്കോളർഷിപ്പ് വിജയികൾ: മുഹമ്മദ് ഹിഷാം TN, അഭിനവ് KR, LSS സ്കോളർഷിപ്പ് വിജയിയാണ് അടുത്തത്. റുബീന മറിയം TN, 2020-21 വർഷത്തിലെ LSS സ്കോളർഷിപ്പ് വിജയികളാണ് അടുത്ത് വിളിക്കുന്നത്. അഹന്യ AS, നിവേദ് KP, ഡൽവിൻ MB, ഏഞ്ചൽ റോസ് CJ, റിയാന മറിയം TL, ഇരുപത്തിമൂന്നാമത് തൃശൂർ ജില്ല ടൈക്കോണ്ടോ ചാമ്പ്യൻ നമ്മുടെ വിദ്യാലയത്തിലെ ബബിത ബാബുവാണ്. ബബിത ബാബുവിനെ ക്ഷണിക്കുന്നു. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി സുരേഷ് SMC ചെയർമാൻ സുരേഷ് ഏട്ടനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. ദേശാഭിമാനി അക്ഷരമുറ്റം നടത്തിയ മത്സരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ഡേവിസ് മാഷെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുക. 2021 UP വിഭാഗം അക്ഷരമുറ്റം ക്വിസ് മത്സര വിജയികളാണ്. ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് ഹിഷാം TN, സെക്കൻഡ് പ്രൈസ് റുബീന മറിയം TN. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് ലക്ഷ്മി ശോഭൻ, സെക്കൻഡ് പ്രൈസ് അക്ഷത് അച്യുതാനന്ദ്.
നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയായിട്ടുള്ള ബഹുമാനപ്പെട്ട PK ജെയിംസ് മാഷ് വളരെ ആദരവോടും ക്ഷണിക്കുന്നു. കുട്ടികളെല്ലാവരും കസേരകളിലിരിക്കുക. ഏറ്റവും ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ, തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ പ്രിയപ്പെട്ട PS വിനയൻ, ഈ വേദിയിൽ ഉണ്ടായിരുന്നവരും വിവിധ ജനപ്രതിനിധികളും മറ്റുമെല്ലാമായിട്ടുള്ള സുനിൽ കുമാർ അടക്കം, വൈസ് പ്രസിഡന്റ് അടക്കം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റു ഭാരവാഹികളും അടക്കമുള്ളവരെ ഞാൻ ഇത് ഉച്ചമുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഒരു കൗണ്ട് ഡൗൺ മൂടാണ് എന്നുള്ളവരുണ്ട്. വളരെ ദീർഘമായ സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടി വളരെ സന്തോഷപൂർവ്വം ഇവിടെ നിർവഹിച്ചതായി ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി. ഇവിടെ ഈ വേദിയിൽ വ്യത്യസ്തമായ പരിപാടികൾ സമന്വയിപ്പിച്ച് വിവിധ പരിപാടികളുടെ ഒരു സമന്വയം ഇവിടെ നടക്കേണ്ടായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപ പ്രിയപ്പെട്ട വിനയൻ മെമ്പറടക്കം മുൻകൈയെടുത്ത് അനുവദിപ്പിച്ച 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫർണിച്ചറുകളുടെ കൈമാറ്റവും വിവിധ മത്സര പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അങ്ങനെ വ്യത്യസ്ത പരിപാടികളാണ് ഇവിടെ സന്തോഷപൂർവ്വം നമ്മൾ ഒരു കോവിഡിന്റെ കെട്ടകാലം കടന്ന് മാസ്ക് മാറ്റി മുഖം കണ്ട് ചിരിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് കൂടി കൂട്ടം കൂടാൻ, ചിരി പറയാൻ, ചിരിക്കാൻ, കളിക്കാൻ ഒക്കെ ഉള്ള ഒരു പുതിയ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. കോവിഡ് നമ്മളെ പഠിപ്പിച്ച അനുഭവങ്ങളാണ് ഗുരുനാഥൻ. കോവിഡ് നമ്മളെ പഠിപ്പിച്ച അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഇതിനേക്കാൾ വലിയ മഹാമേരുവായ ഏത് കോവിഡ് വന്നാലും അതിനെ നേരിടാനുള്ള ആർജവം കോവിഡിന്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞു എന്നതാണ് കോവിഡ് നമുക്ക് നേടിത്തന്ന നഷ്ടങ്ങളെക്കാൾ നേട്ടം എന്ന് ഞാൻ കാണുന്നു. സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് തുറക്കപ്പെട്ടു. സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടേണ്ട പ്രശ്നം ഇവിടെ ഇതാ ആകാശത്തിലേക്ക് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു വരുന്നു. നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലും നാടുകളിലുമൊക്കെ കോവിഡ് ദുരന്തങ്ങൾ സൃഷ്ടിച്ച് ആ ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയാതെ കൈകാലിട്ട് ഉഴലുന്ന കാലത്താണ് കേരളത്തിലും നമ്മുടെ വിദ്യാലയങ്ങളിലും അത്ഭുതകരങ്ങളായ വികസന മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് തീർച്ചയായും കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഈ കാലത്തെ എങ്ങനെ വിദ്യാഭ്യാസ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ നേരിടണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളോടൊപ്പം നിൽക്കുകയാണ്.
കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെന്റുകൾ, ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകളെ എല്ലാം പ്രയോജനപ്പെടുത്തി നമുക്ക് തീർച്ചയായും നല്ല PTA-കൾ, നല്ല അധ്യാപകർ, നല്ല സമൂഹം, അവരുടെ എല്ലാം പിന്തുണയോടെ നമുക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ എന്നതാണ് കേരളം വരച്ചു വെക്കുന്ന അഭിമാനകരമായ മാതൃക. ഇത് കേരളത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത. രാഷ്ട്രീയവും ജാതിയും മതവും വൈര്യങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ, വിദ്യാലയത്തിന്റെ, നാടിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ പൊതുവിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയുന്നു എന്നത് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ്. വലിയ വെല്ലുവിളികളാണ്, കോവിഡിനേക്കാൾ വലിയ വെല്ലുവിളികളാണ് വായു പുലർത്തി നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളികളെ എല്ലാ മനുഷ്യനെയും അണിനിരത്തി നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. നാളെ ജില്ലാ പഞ്ചായത്തിന്റെ ബഡ്ജറ്റിൽ എന്തുണ്ട് എന്ന് ബഡ്ജറ്റിൽ മുമ്പേ തന്നെ പറയുന്നത് ഒരു കുറ്റകരമാവും എന്നതുകൊണ്ട് തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം പിന്നെ നിരവധി നേട്ടങ്ങൾ, പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ധാരാളം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വികസനോന്മുഖ ബഡ്ജറ്റ് എന്ന നിലയിലാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നാളെ അവതരിപ്പിക്കാനുള്ള ബഡ്ജറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഞാൻ നീട്ടുന്നില്ല. ഈ നല്ല ഒരു സായാഹ്നത്തിൽ ഈ സ്കൂളിൽ മുമ്പ് ഒരിക്കൽ ഞാൻ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി, ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ആ സ്കൂളിൻ്റെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഐക്യവും എല്ലാം കണ്ട ആവേശമാണ് വിനയൻ വിളിക്കുമ്പോൾ വീണ്ടും വരാൻ എന്നെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്ന കാര്യം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഈ പ്രവർത്തന പരിപാടികളെല്ലാം തന്നെ ഔപചാരികമായി നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ നല്ല അന്തരീക്ഷം ഇനിയും നമുക്ക് തുടരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്മയും നല്ല നല്ല നാളുകൾ നമുക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ പരിപാടി വളരെ മനോഹരമായി പര്യവസാനിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഡേവിസ് മാസ്റ്റർ, ഈ യോഗ അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വിനയേട്ടൻ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും, എല്ലാ അധ്യാപകർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും, എല്ലാ കുട്ടികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദേശീയ ഗാനത്തിന് ശേഷം ആണ് അവിടെ നാട മുറിക്കുക എന്നുള്ളത്. ദേശീയ ഗാനം ചൊല്ലുന്നതിന് വേണ്ടി കുട്ടികൾ Cameraman, എന്ത് ജഡ്ജനെ പറ്റി ടീച്ചർ ടീച്ചർ
കൊച്ചിരി എങ്ങനെയുണ്ട് ക്വാളിറ്റി അതിന്റെ ഓപ്പറേറ്റർ ഞാൻ അവിടെ നിന്ന് ആ പട്ടിക്കാട് വേണ്ട പട്ടിക്കാട് അഭിനന്ദനങ്ങൾ നാളെ ഇതുവരെ ഈ പഞ്ചായത്തിനകത്ത് തരി മാത്രം ആളുകൾ ഫിനിഷ് ചെയ്താൽ ഫിനിഷ് ചെയ്യാൻ